അതുപോലെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് പ്രസ് സ്റ്റോപ്പുമായി എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇന്ന് പത്രത്തിലെ വാർത്തകളും വിശേഷങ്ങളും ഒപ്പം അതിൻ്റെ കൗതുകങ്ങളും? ഹർഷൻ, തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച് ഒളിവിൽ പോയ സീനിയർ അഭിഭാഷകനെ തേടി നടക്കുകയാണ് പോലീസ്. കൊച്ചിയിൽ ട്രെയിൻ യാത്രക്കാർക്ക് നൽകാൻ അഴുകിയ ഇറച്ചി, പഴകിയ മുട്ട, ഇങ്ങനെ വലിയ വാർത്തകളുണ്ടായ ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ മനോരമ ഒഴികെയുള്ള പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയത് നമ്മുടെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മന്ത്രിക്കെതിരെ കേസെടുത്ത വാർത്തയാണ്. അതിലേക്ക് തന്നെ പോകാം, മാതൃഭൂമിയിലേക്ക് തന്നെ ആദ്യം പോകാം. മാതൃഭൂമി അത് മാത്രമല്ല, മാതൃഭൂമി അതിൽ ഉറയുന്ന അസഹിഷ്ണുത എന്ന പേരിൽ, അതായത് ഉറയുന്ന അസഹിഷ്ണുത എന്ന പേരിൽ മുഖപ്രസംഗവും മാതൃഭൂമി അതേ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം മാതൃഭൂമിയുടെ ഒന്നാം പേജിലേക്ക് തന്നെ പോകാം. അതായത് വിദ്വേഷത്തിന് മാപ്പില്ല എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ തലവാചകം നൽകിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ തലവാചകത്തേക്കാൾ കൗതുകമായി തോന്നുന്നത് മറ്റൊരു കാര്യമാണ്. മാതൃഭൂമി ഒരു ചെറിയ എഡിറ്റോറിയൽ പോർഷൻ അതിൻ്റെ ഒന്നാം പേജിൽ ആ തലവാചകത്തോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഈ മുഖം എന്ന് പറയുന്നത് കേണൽ സോഫിയ ഖുറേഷിയുടെ മുഖമാണ്. ഈ മുഖം ഒരു വ്യക്തിയുടേതോ ഒരു സ്ത്രീയുടേതോ ഒരു മതത്തിൻ്റെയോ അല്ല, രാജ്യത്തിൻ്റേതാണ്. ശത്രു രാജ്യത്തിൽ നിന്ന് നമ്മെ കാത്ത സൈന്യത്തിൻ്റെ ശബ്ദം. അതെ, സോഫിയ ഖുറേഷി ഈ നാടിൻ്റെ സഹോദരിയാണ്. അവർക്കെതിരായ ഓരോ വാക്കും നാടിനെതിരായ വാക്കുകളാണ്, മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഇതുകൊണ്ട് തന്നെ മാതൃഭൂമി ഇന്ന് വലിയ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു പത്രം എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും നല്ല കാര്യമായി എന്ന് വേണം. ഞാൻ ഈ പത്രം രാവിലെ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നു. മാധ്യമങ്ങൾ ഇങ്ങനെയും എഴുതാമല്ലോ അല്ലെങ്കിൽ ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ടും. അതുമാത്രമല്ല, പിന്നെ ഇതിനെ സംബന്ധിച്ച് രാജ്യമാകെ പ്രതിഷേധം. മന്ത്രി ഇന്നലെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ 1000 തവണ മാപ്പ് പറയാനൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊന്നും എവിടെയും പോയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാമ്പും. അതുമാത്രമല്ല, മാതൃഭൂമി കൂടാതെ തന്നെ മറ്റു ചില പത്രങ്ങൾ കൂടി അതിൽ ഇന്നലെ ഹൈക്കോടതി ഇടപെട്ടു. അങ്ങനെയാണ് ഈ വാർത്തയിൽ കേസ് വരുന്നത്. അതുവരെ മന്ത്രിക്കെതിരെ യാതൊരു കേസുമില്ലാതെ പോവുകയായിരുന്നു. ദേശാഭിമാനിയും അതേ വാർത്ത തന്നെയാണ് ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. കേണൽ സോഫിയ ഖുറേഷി ഭീകരരുടെ സഹോദരി എന്ന് BJP മന്ത്രി പറയുന്നു. അപമാനിക്കപ്പെട്ട രാജ്യമെന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ഹെഡിങ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് മൗനം. ദേശാഭിമാനി അങ്ങനെ കയറി പോകുന്നുണ്ട്. മന്ത്രിയെ പുറത്താക്കണമെന്ന് CPM പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. അങ്ങനെ അത് ദേശാഭിമാനി മാത്രമല്ല, മാധ്യമവും അത് ഒന്നാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. കേണൽ സോഫിയക്കെതിരെ വർഗീയ പരാമർശം. അങ്ങനെ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കാർട്ടൂണാണ്. പക്ഷേ കാർട്ടൂൺ അത്ര മനോഹരമല്ലെങ്കിൽ പോലും അതിലെ കണ്ടന്റ് നന്നായിട്ടുണ്ട്. ഭീകരവാദികളുടെ സഹോദരി, അത് ഇന്ത്യയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കേണൽ സോഫിയ ഖുറേഷി രാജ്യസ്നേഹിയായ മന്ത്രി പുറകിൽ നിന്നുകൊണ്ട് അവരെ ശ്രമിക്കുന്ന ദൃശ്യം. അങ്ങനെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ രൂപത്തിൽ ഒന്നാം പേജിൽ ഇത് തന്നെയാണ് വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോയാൽ ചില പത്രങ്ങൾ, അതായത് മാധ്യമവും കേരള കൗമുദിയുമാണ് അക്കാര്യത്തിൽ. അതിൽ മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് അതിർത്തി തന്നെയാണ്. അത് ഞാൻ അതിലേക്ക് കൂടി പോകാം. ചൈനീസ് പ്രകോപനം. നമുക്കറിയാം, ഇന്നലെ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടും അരുണാചൽ പ്രദേശിൻ്റെ പേരുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അങ്ങനെ ചൈന ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ തിരിച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന, അസംബന്ധമെന്ന് ഇന്ത്യ. അതാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങൾ അത് വളരെ വലിയ വാർത്തയാക്കിയിട്ട്, നേരെ മറിച്ച് കൗമുദി കുറച്ചും കൂടി വിശാലമായി അതിനെ കാണുന്നത്. കേരള കൗമുദി, ഇന്ത്യക്കാർ ഉപേക്ഷിക്കരുതെന്ന് തുർക്കി. അതായത് തുർക്കിക്ക് ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിൽ തുർക്കിക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ തുർക്കിയുടെ സൈനിക സഹായം പാകിസ്ഥാൻ ലഭ്യമായിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇന്ത്യ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ തുർക്കിയിലേക്ക് പോകുന്നത്, തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകളൊക്കെ, അതായത് ടൂറിസം മേഖലയിൽ തുർക്കിയെ ഇന്ത്യക്കാർ ഉപേക്ഷിക്കുകയാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് വെള്ളത്തിനൊക്കെയാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ആ വെള്ളം നഷ്ടമായാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താകുമെന്നും നമുക്കറിയാം. അതാണ് കേരള കൗമുദി ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഇടപെടൽ. അതുമാത്രമല്ല, കേണൽ സോഫിയ ഖുറേഷിയുമായി ബന്ധപ്പെട്ട് BJP മന്ത്രിയുടെ വർത്തമാനവും പിന്നെ കേസെടുക്കുന്നതും അത് തന്നെയാണ് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് വേണം പറയാൻ. ഇനി മനോരമയിലേക്ക് പോകാം. മനോരമ, ഞാൻ നേരത്തെ പറഞ്ഞു, മനോരമ ഒഴികെയുള്ള മറ്റ് പത്രങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആ പത്രങ്ങളെല്ലാം വളരെ വിശദമായി ഈ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മനോരമ നേരെ മറിച്ച് അങ്ങനെയല്ല. മനോരമ കുറച്ചും കൂടി വൈകാരികമായി മറ്റ് വാർത്തകളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കൊച്ചിയിലെ ഭക്ഷണം ട്രെയിനിൽ വിതരണത്തിനുള്ള ഭക്ഷണം പിടിച്ചടക്കം 3 വാർത്തകളെ ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ ഒന്നാം പേജാക്കിയിരിക്കുകയാണ് മനോരമ. അതിൻ്റെ ഹെഡിങ് ജീവിക്കാൻ വയ്യ എന്നുള്ളതാണ്. എന്തായാലും മനോരമയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കേക്കിലും മിഠായിയിലും ലഹരിക്കയമാണ് കേരളത്തിൽ എന്നാണ്. അത് കരിപ്പൂരിൽ വന്ന ലഹരി കലർത്തിയ 15 കിലോഗ്രാം ചോക്ലേറ്റ് പിടികൂടിയ വാർത്ത. ചോക്ലേറ്റ്, ക്രീം, ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ 34 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇന്നലെ കരിപ്പൂരിൽ പിടിച്ചാണ്. അങ്ങനെ ലഹരിക്കയം, അത് ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് എന്ന് അതിലൊരു വാർത്ത. 3 വാർത്തകളാണ് ആദ്യത്തെ വാർത്ത. അത് മറ്റൊന്ന് തെരുവ് നായ.
8 വയസ്സുകാരനെ കടിച്ചു കുടഞ്ഞു. മറ്റൊന്ന് ഭക്ഷണമയം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൊച്ചിയിലെ ട്രെയിനിൽ വിതരണത്തിലുള്ള പഴകിയ ഭക്ഷണം, അത് പഴകിയ മുട്ട, ഇറച്ചി, അങ്ങനെ ഈ 3 വാർത്തകളെ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കി. ജീവിക്കാൻ വയ്യ എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ വാർത്തയാക്കിയിരിക്കുകയാണ് മനോരമ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായിട്ടും ഈ കേണൽ സോഫിയ ഖുറേഷിയെ മറന്നുപോയി. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മനോരമ അക്കാര്യത്തിൽ ഒന്നാം പേജിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മനോരമ അതിനെ വേറെ തലത്തിൽ ചിന്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് കാണുന്നത്. ഇനി മറ്റൊന്ന്, ഈ നമ്മുടെ നാട്ടിൽ സഹിക്കാൻ വയ്യെങ്കിൽ എന്ത് ചെയ്യും ചില കാര്യങ്ങൾ എന്നുള്ളതാണ്. സഹിക്കാൻ വയ്യെങ്കിൽ ചിലപ്പോൾ നിയമം കയ്യിലെടുത്ത് പോകും എന്നാണ് നമ്മൾക്ക് ഇന്നലെ മനസ്സിലായ ഒരു കാര്യം. അത് ഇന്നലെ കോന്നി MLA KU ജനീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പ്രകടനം ഉണ്ടായത്. അദ്ദേഹത്തെ പക്ഷേ അത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ ആണ് ഞാൻ നോക്കിക്കാണുന്നത്. അതിലേറ്റവും പ്രധാനം മാതൃഭൂമിയുടെ 7-ാം പേജ് വായിക്കാം. നമുക്കറിയാം, ഇന്നലെ കോന്നിയിലെ MLA ജനീഷ് കുമാറിനെതിരെ വലിയ വിമർശനങ്ങളാണ് മാധ്യമങ്ങളൊക്കെ നടത്തിയത്. അദ്ദേഹം ഭീഷണിപ്പെടുത്തി, അദ്ദേഹം നക്സൽ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രകോപനം ചാനലുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. പത്രങ്ങൾ ഒട്ടും മോശമാക്കിയില്ല. പക്ഷേ എന്താണ് പത്രങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നോക്കാം. ഓഫീസ് കത്തിക്കും, നക്സലുകൾ വരും, ഇത് MLA പറഞ്ഞ രൂപത്തിലാണ് മാതൃഭൂമി കൊടുക്കുന്നത്. ആ വാർത്തയിൽ താഴേക്ക് വായിച്ചാൽ, വനാതിർത്തിയിൽ സ്വകാര്യ കൈതത്തോട്ടത്തിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ് ആ വിഷയത്തിലാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് കേസില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് തൊഴിലാളിയുമായി MLA പോയി. ആ വാർത്തയിലുണ്ട്, വളരെ വിശദമായി. ഞാനത് വിശദമായി വായിക്കുന്നില്ല. ഞാൻ ആ സെൻറ്റൻസ് മാത്രം വായിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. അതായത് ജനീഷ് കുമാർ ഓഫീസിലെത്തി തട്ടിക്കയറി ഇതൊക്കെ പറഞ്ഞു. പിന്നീട് കേസില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് തൊഴിലാളിയുമായി MLA പോയി. ആ വാർത്ത ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇനി മറ്റ് പത്രങ്ങളിലേക്ക്, മനോരമയിലേക്ക് ഒന്ന് പോകാം. എങ്ങനെയാണ് മനോരമ 8-ാം പേജിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് കേസില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് തൊഴിലാളിയുമായി MLA പോയി എന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്ത. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഓഫീസിലെത്തി ബലമായി മോചിപ്പിച്ച് MLA. അതാണ് മനോരമയുടെ 8-ാം പേജിലെ വലിയ വാർത്ത. കോന്നി MLA KU ജനീഷ് കുമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമി വിശ്വസിക്കണോ, മനോരമ വിശ്വസിക്കണോ? മാത്രമല്ല, കേരള കൗമുദി ഒരു പടി കൂടി കടന്നിട്ട് ഇതേ തന്നെ മനോരമയുടെ അതേ ലൈനിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. കേരള കൗമുദിയും 7-ാം പേജിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്തയാളെ ബലമായി മോചിപ്പിച്ചു. ഞാൻ ദേശാഭിമാനി പത്രം നോക്കിയില്ല, കാരണം എന്തായാലും ദേശാഭിമാനി പത്രം സ്വാഭാവികമായി MLAക്ക് ഒരു അനുകൂല നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പത്രങ്ങളുടെ ഒരു നിലപാടാണ് ഈ കണ്ടത്. മനോരമ എങ്ങനെയാണ് അയാൾക്കെതിരെ കേസില്ലെന്ന് പറഞ്ഞതോടുകൂടി MLA അദ്ദേഹം ആ തൊഴിലാളിയുമായി സ്റ്റേഷനിൽ നിന്ന് പോയി. ആ പോയതിനെയാണ് ഇപ്പോൾ ഇങ്ങനെ മനോരമയും കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങൾ ബലമായി പിടിച്ചുകൊണ്ട് പോയി എഴുതിയിട്ടുള്ളത്. എന്തായാലും മാതൃഭൂമി വിശ്വസിക്കണോ, മനോരമ വിശ്വസിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഇന്ന് രാവിലെ. മറ്റൊരു വാർത്ത അതിൽ മാതൃഭൂമിയുടെ അതോടൊപ്പം ചേർത്ത് വായിക്കൊണ്ടൊരു വാർത്തയാണ്. അത് മാതൃഭൂമി തന്നെ അത് വളരെ ക്ലബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, ഒന്നുകൂടി പറയുന്നു. അതായത് ജനീഷ് കുമാറിൻ്റേത് പ്രമാണിമാരുടെ സംസ്കാരം. ഈ പറഞ്ഞത് G സുധാകരനാണ്, CPM നേതാവാണ്. അദ്ദേഹമാണിത് പറയുന്നത്. ജനീഷ് കുമാറിന് പ്രമാണിമാരുടെ സംസ്കാരം എന്നാണ് G സുധാകരൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് താഴെയായി മറ്റൊരു വാർത്ത കൂടി പറയുന്നുണ്ട്. അത് മനോരമ 1-ാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. അതായത് ഇന്നലെ K സുധാകരൻ പറഞ്ഞൊരു കാര്യമാണ്, G സുധാകരൻ പറഞ്ഞ കാര്യമാണ്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് G സുധാകരൻ. ഇതേ സുധാകരൻ തന്നെയാണ്, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതേ G സുധാകരൻ മുതിർന്ന CPM നേതാവാണ്, മുൻ മന്ത്രിയായിരുന്നു. ജനീഷ് കുമാറിന് പ്രമാണിമാരുടെ സംസ്കാരമാണ്. അതിന് താഴെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ബാലറ്റ് തിരുത്തിയിട്ടുണ്ട്, കേസ് എടുത്താലും കുഴപ്പമില്ല. പഴയ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അതായത് 1989 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്തെയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഓർത്തെടുക്കുന്നുണ്ട് എന്നുള്ള വലിയ കാര്യമാണ്. എന്തായാലും തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ട്, കേസ് എടുത്താലും കുഴപ്പമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ജനീഷ് കുമാറിനെയും കിട്ടിയ അവസരത്തിലൊന്ന് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും മാത്രം 1-ാം പേജിലുള്ള വാർത്തയാണ്. അത് രസകരമായ വാർത്തയാണ്. സ്കൂൾ തുറന്നാൽ 2 ആഴ്ച സന്മാർഗ പഠനമാണ്. നമ്മുടെ നാട്ടിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ജൂൺ 2-ാം തീയതി. ആദ്യ 2 ആഴ്ച പാഠപുസ്തക പഠനമില്ല. അത് കുട്ടികൾക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. കാരണം ആദ്യ ദിവസങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ 2 ആഴ്ച പാഠപുസ്തകങ്ങളൊന്നും പഠിക്കേണ്ട. പക്ഷേ സന്മാർഗ പഠനമാണ് എന്നുള്ളത് കുട്ടികൾ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. സ്കൂൾ തുറന്നാൽ 2 ആഴ്ച കുട്ടികൾക്ക് നല്ല നടപ്പിനുള്ള പാഠങ്ങളായിരിക്കും. ലഹരി ഉപയോഗം, വാഹന ഉപയോഗം, അക്രമവാസന, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ 2 ആഴ്ച കൊണ്ട് പഠിക്കാമെന്നാണ്. അത് ദേശാഭിമാനിയും ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകിയൊരു സൂചനയുടെ പുറത്തുനിന്നാണ് ആ വാർത്ത ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത, നമുക്കറിയാം, ഇപ്പോൾ ഈ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ പേരുകളൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ അഹമ്മദാബാദിൻ്റെ പേര് മാറ്റുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദിൻ്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നു, അലഹബാദിൻ്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നു, അങ്ങനെ നിരവധിയായ പേരുകൾ മാറ്റുന്നുണ്ട്. ആ പേര് മാറ്റുന്ന കൂട്ടത്തിൽ നെഹ്റു യുവകേന്ദ്ര, നമുക്കറിയാം എന്താണ് നെഹ്റു യുവകേന്ദ്ര എന്നുള്ളതും. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ പല ആളുകളും നെഹ്റു യുവകേന്ദ്രയിലൂടെ പ്രസംഗിച്ചും പഠിച്ചും കഥ എഴുതിയുമൊക്കെ വന്ന ആളുകളുണ്ട്. ആ നെഹ്റു യുവകേന്ദ്രയിൽ നിന്ന് ഇനി നെഹ്റു ഉണ്ടാകില്ല.
അത് കേന്ദ്ര സർക്കാർ ഇന്നലെ തീരുമാനമെടുത്തു. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പേര് മേരാ യുവഭാരത് എന്നാക്കി മാറ്റും. അതായത് മേരാ യുവഭാരത്, നെഹ്റു ഇനി അതിലുണ്ടാകില്ല. അത് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ദേശാഭിമാനി, മാധ്യമമൊക്കെ അത് പല പേജുകളിലായി വാർത്തയാക്കിയിട്ടുണ്ട്. മനോരമ 7-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. എന്തായാലും നെഹ്റുവിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുവരികയാണ്. എന്തായാലും ഇനി നെഹ്റു പ്രധാനമന്ത്രി എന്ന പേരിലേക്ക് മാത്രം ചുരുങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മലയാളം പത്രങ്ങൾക്ക് ഇല്ലാത്തതാണ്. ഇന്നിപ്പോൾ ചാനലുകൾക്ക് ആ വാർത്ത ഇങ്ങനെ പതിയെ പൊങ്ങി വരുന്നുണ്ട്. അത് ഈ നമ്മുടെ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ, അതായത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിലെ കാര്യം നമുക്കറിയാം, ആ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാരും രാഷ്ട്രപതിയും ഒക്കെ പിടിച്ചു വെക്കുന്ന ബില്ലുകളിൽ അന്തിമ തീരുമാനം വേഗത്തിലെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ആ സുപ്രീം കോടതി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവർക്കൊരു പ്രത്യേക അധികാരം, പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ക്യാൻ സുപ്രീം കോർട്ട് ഫിക്സ് ഡെഡ് ലൈൻസ് ഫോർ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പേജിൽ വളരെ വിശദമായി സീക്സ് ഒപ്പീനിയൻ 14 ചോദ്യങ്ങൾ വളരെ വിശദമായി തന്നെ ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങൾക്കെല്ലാം ആ വാർത്ത നഷ്ടമാണ്, മിസ്സാണെന്ന് വേണം കാണാൻ. ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. കാരണം സുപ്രീം കോടതിയും രാഷ്ട്രപതിയും കൂടി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടായേക്കും. രാഷ്ട്രപതിക്ക് പ്രത്യേക അധികാരമുണ്ട്, പ്രസിഡൻഷ്യൽ റഫറൻസ്. ആ അധികാരം ഉപയോഗിച്ച് 14 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാനുള്ളത്. ഹർഷൻ.